വെല്ലിപ്പാക്ക് ചെറിയൊരു സംശയം. തിരിഞ്ഞു പോകുമ്പോ വെടിവെക്കുള്ള പരിപാടി ഇട്ടാണോ രാജാവ്? ഞാൻ അത്ര പെട്ടെന്ന് പോകാൻ, നിങ്ങൾ പൊക്കോളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, പാവം വെല്ലിപ്പ തിരിഞ്ഞും പറഞ്ഞും നോക്കി. രാജാവിന്റെ കൊട്ടാരത്തിൽ പുറത്ത് കടന്നപ്പോ പിന്നെ പിന്നാക്കം നോക്കിയല്ലോ, നേരെ വെച്ച് പിടിക്കുക. എന്റെ പിന്നാക്കം നോക്കിയാൽ ബുദ്ധിമുട്ടല്ലേ? പിന്നാക്കം നോക്കിയാൽ ബുദ്ധിമുട്ടാണല്ലോ. കാരണം പിന്നാക്കം നോക്കിയാൽ ഇവിടെ വന്ന് വിളിച്ചാലോ. നമ്മുടെ ഈ പോലീസുകാരനെ വല്ല വളവിലെ തിരുവിലൊക്കെ ഹെൽമെറ്റ് വേട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു പോലീസിന്റെ കണ്ണകാനും പെട്ട്, നമ്മൾ ഹെൽമെറ്റിലെ ഒരു പോലീസിനെ കണ്ണിപ്പെട്ട് ആ പോലീസ് നോക്കുമ്പോഴത്തെ നമ്മൾ ഇങ്ങോട്ട് കടന്നാല് മുമ്പിൽ ഓടിക്കൂടാൻ പറയും, പിന്നാക്ക ചിച്ചോക്കട പണ്ടാറ്, പിന്നാക്ക ചിച്ചോക്കട ഹമക്കെ, മുമ്പിൽ കണ്ടെ നോക്കിക്കോ. കാരണം ഇവിടെ വന്ന് സീൽ കാട്ടിയ വിട്ടില്ല കാര്യം എന്നതുപോലെ പിന്നെ പിന്നാക്കം വെല്ലിപ്പ നോക്കിയില്ല. വെല്ലിപ്പ പിന്നാക്കം നോക്കിയോ? നോക്കാതെ പ്രിയപ്പെട്ടവരെ, കണ്ടൊരു തനി തന്റെ അരിപ്പ പൂവിരി പാകത്തിൽ കിടനീട്ടിനായിര് കനിവാൻ വൈ നിരന്തേ വക്കത്തിൽ അണ്ടേ സകേഫിൽ നിന്നൊരു നാദം ചെവി താരന്തേ അവര് കേട്ടതൂക്കി ഞാനൊരു മിസ്കിൻ എന്നെ ഐറന്തേ തിരിഞ്ഞേവ ഇവിടമേശി കുവലൈ തരിത്തപ്പോൾ ചിരിത്തും കൊണ്ടവനിൽ പേശി ജഗലേതി മജീനൂനോ ഇവിടമെന്നാ വിധമിൽ നെടിൽ എത്തുന്നത് കേട്ട് പകരം ചൊന്ന. ആ മനുഷ്യൻ പോയതോടുകൂടെ രാജാവ് ചിന്തിക്കുകയാണ്, റബ്ബേ ഞാൻ എന്തൊരു മനുഷ്യനാ. ആ പെണ്ണിന്റെ അനുഭവം 1, ഈ മനുഷ്യന്റെ അനുഭവം 2. രാജാവ് ചിന്തിക്കുന്നത്, ഈ മനുഷ്യന്റെ വയറ് നിറക്കുന്ന റബ്ബല്ലേ എനിക്ക് ആ ഭക്ഷണം നൽകുന്നത്, ഈ മനുഷ്യനെ ഉറക്കുന്ന റബ്ബല്ലേ എനിക്ക് ഉറക്കം തരാതിരിക്കുന്നത്, സമാധാനക്കേട് തരുന്നത്, ഈ മനുഷ്യന് വെള്ളം കുടിച്ച് ദാഹം തീർത്ത റബ്ബല്ലേ, ഏത് പാനീയമുള്ള എന്റെ കൊട്ടാരത്തിലെ വെള്ളം കുടിച്ചിട്ട് എന്റെ ദാഹം തീർക്കാതിരിക്കുന്നത് അല്ലാ, ഇതെന്തോ ഒരു പരീക്ഷണമാ. ഇങ്ങനെ പോയാൽ പറ്റില്ല. ആ മനുഷ്യരെ പടച്ചതും അല്ലയാണ്, എന്നെ പടച്ചതും റഹ്മാനായ റബ്ബാണ്. ആ മനുഷ്യന് സുഖസുഖയിൽ കഴിയാൻ ഭാഗ്യം കൊടുത്ത റബ്ബാ. എത്ര ഉണ്ടായിട്ടെന്താ കാര്യം? എനിക്ക് സമാധാനക്കേട് തരുന്നത് റഹ്മാനായ റബ്ബാ. ഇങ്ങനൊന്നും ആയ പോരാ. രാജാവ് ചിന്തിക്ക, ഒന്ന് നന്നാവണം. ആ മനുഷ്യനെ പോലെ എനിക്കും സമാധാനം കിട്ടണം, എനിക്കും ശാന്തി കിട്ടണം. നമ്പർ 2 ഒന്ന് പെണ്ണിന്റെ പരീക്ഷണം, ഒന്ന് ഈ വെല്ലിപ്പാന്റെ പരീക്ഷണം. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു. രാജാവ് നന്നാവാൻ നോക്കണില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന്റെ കാരണം, പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ രാജാവ് തന്റെ സുന്ദരമായ കൊട്ടാരത്തിനകത്തുള്ള പ്രൈവറ്റ് റൂമിൽ ഇങ്ങനെ കിടക്കുക. ആ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കൊട്ടാരത്തിന് മുകളിൽ ഒരു വിളി കേൾക്കുന്നത്. എന്റെ ഒരു ഒട്ടകത്തിനെ കണ്ടോ? എന്റെ ഒരു ഒട്ടകത്തിനെ കണ്ടോ? ഇതിപ്പോ ഏത് ഭ്രാന്തര? രാജാവ് മെല്ലെ എഴുന്നേറ്റു. രാജാവിന്റെ 7 നിലയുള്ള കൊട്ടാരത്തിന് മുകളിലാണ് ഒരാൾ ഒട്ടകത്തെ തെരയണത്. സുബ്ഹാനല്ലാഹ്, പൊട്ടനല്ലാണ്ട് പിന്നെന്താണ്? രാജാവ് പെട്ടെന്ന് വിളിച്ചു, പോലീസുകാർ ആരവിടെ? പോലീസുകാർ ജാഗരൂകരായി ആയുധങ്ങളുമായി വന്നു. എന്റെ കൊട്ടാരത്തിന് മുകളിൽ ഒരു ഭ്രാന്തനുണ്ട്, അവൻ ഒട്ടകത്തെ തെരയാ, പിടിച്ചു കൊണ്ടുവരുവൻ എന്റെ മുമ്പിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, കൊട്ടാരത്തിന് മുകളിലേക്ക് പോലീസുകാർ പോയി. പോലീസുകാർ ചെന്ന സമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആചാനുഭാവായ ഒരു മനുഷ്യൻ, ഭയങ്കര പൊക്കം, ഭയങ്കര തടി. 1-2 പോലീസുകാർ പോയിട്ട് എന്റെ അമ്മ പേടിച്ച് തിരിച്ചു വന്നു. രാജാവോട് പറഞ്ഞു, പൊന്നാര രാജാവേ, 2, 3 4 നടക്കൂല, ആചാര്യ സാധനാണ് അവിടെ. പിന്നെ പോലീസുകാരെ നേരെ കയറി ചെന്നുകൊണ്ട് ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് രാജസന്നിധിയിൽ ഹാജരാക്കാൻ രാജാവിന്റെ കൽപ്പനയുണ്ട്. പിടിച്ചു കെട്ടിക്കൊണ്ട് രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞ കെട്ടയക്കുന്നു. കെട്ടൊക്കെ അയച്ച് രാജാവിന്റെ മുമ്പിൽ ആചാരഭാവമായ മനുഷ്യനെ നിൽക്കുക. രാജാവ് ഒന്ന് ചിരിച്ചു മുഖത്തേക്ക്. രാജാവിന്റെ ചിരി കെട്ടിട്ട് മറ്റാളും ചിരിക്കാൻ തുടങ്ങി. രാജാവ് ചോദിച്ചു, ഇല്ലേ പിരാന്താണില്ലേ? എനിക്ക് പിരാന്തൊന്നുമില്ല. നീ എന്താണ് കൊട്ടാരത്തിന് മുകളിൽ പണിതത്? എന്റെ ഒരു ഒട്ടകം പോയിട്ടുണ്ട് രാജാവേ, ഞാൻ ആ ഒട്ടകത്തെ തേരാണ്. എടോ, ഇതന്നെയാണ് വട്ട്, ഇതന്നെയാണ് ഭ്രാന്ത്. എടോ, ഒട്ടകൻ പോയാൽ ആ ഒട്ടകത്തെ തേരേണ്ടത് കാനനത്തിലാണ്, വല്ല കാട്ടിലോ മരുഭൂമിയിലോ വല്ല മണലാഴത്തിലോ മലയിലാണ്. 7 നിലയുള്ള അമ്പര ചുപ്പിയായിരിക്കുന്ന കൊട്ടാരം നേരെ നോക്കട. ആ കൊട്ടാരം നോക്ക്. ഈ കൊട്ടാരത്തിന് മുകളിലാണ് നീ ഒട്ടകത്തെ തെരയാ.
എന്റെ പ്രിയപ്പെട്ടവരെ, രാജാവ് ചോദിക്കുക, എന്താണ് അദ്ദേഹം അങ്ങനെ ഈ പരീക്ഷണത്തിന് വിധേയനാവാൻ കാരണം? ഒരു പെണ്ണിന്റെ അനുഭവം ഉണ്ടായില്ലേ? രണ്ടാമത് വല്യപ്പാൻ അനുഭവം ഉണ്ടായില്ലേ? കൊട്ടാരത്തിനകത്തുള്ള റൂമിൽ കണ്ട് രാജാവ് ഒന്ന് ചിന്തിച്ചതാ, അല്ലാ നിന്നെനിക്ക് കണ്ടെത്തണം റബ്ബേ, പടച്ചവരെ നിന്നെനിക്ക് കണ്ടെത്തണം. എന്റെ പൊന്നു പിതാവിന്റെ മകനായാല് എന്റെ പിതാവ് കാട്ടുവാസിയായിരുന്നു നിന്നെ ധ്യാനിച്ചുകൊണ്ട്. അല്ലാ, ആ പിതാവിന്റെ പുത്രനായ ഞാൻ എത്ര പാവിയാ, നിന്നെനിക്ക് കണ്ടെത്തണം അല്ല, നിന്റെ സമാധാനം എനിക്ക് കിട്ടണമല്ല, നിന്റെ പൊരുത്തവും ഇഷ്ടവും എനിക്ക് വേണമല്ല. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ അട്ടഹാസം കേട്ടത്. പ്രിയപ്പെട്ടവരെ, രാജാവ് ചോദിച്ചു, എടോ കാട്ടിൽ തെരയേണ്ട അല്ലെങ്കിൽ മരുഭൂമിയിൽ അന്വേഷിക്കേണ്ട ഒട്ടകം എന്റെ കൊട്ടാരത്തിന് മുകളിൽ എങ്ങനെ വരിക? നീ ഭ്രാന്തരല്ലേ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ എന്താണെന്നറിയോ? രാജാവേ, കൊട്ടാരത്തിന്റെ മുകളിൽ ഒട്ടകത്തിനെ കാണില്ലെങ്കിൽ കൊട്ടാരത്തിനകത്ത് പടച്ചറപ്പിനെ കാണോ? അല്ലോ, എങ്ങനെ കൊട്ടാരത്തിന് മുകളിൽ ഒട്ടകത്തെ കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ കൊട്ടാരത്തിനകത്ത് വെച്ച് പടച്ചവനെ കണ്ടെത്താൻ കഴിയോ? മനസ്സിലാക്കണം. ഇത് കേട്ടതോട് രാജാവാകെ വെപ്രാളപ്പെട്ടു. രാജാവാകെ പേടിച്ചു. പക്ഷേ ആ മനുഷ്യനെ കാണാനില്ല. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ ഇറങ്ങിയ ഒരു മലക്കായിരുന്നു എന്ന് ആ പണ്ഡിതന്മാര് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, സംഭവം 3ആയി. മാനസികമായ വല്ലാത്തൊരു വിഷമമായി രാജാവിന്. ഇപ്പൊ രാജാവിന്റെ ഉള്ള സ്വസ്ഥയും നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജാവിന് ഭയങ്കര വിഷമമായല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു പരീക്ഷണം ഉണ്ടായി. എന്താ പരീക്ഷണം? സുബഹി നിസ്കരിച്ചുകൊണ്ട് രാജാവ് രാജകൊട്ടാരത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. രാജകൊട്ടാരത്തിന് മുമ്പിൽ രാജാവുണ്ട്, മന്ത്രിമാരുണ്ട്, പട്ടാള മേധാവികളൊക്കെ ഉണ്ട്. അവർ എന്തൊക്കെയോ കാര്യ ഗൗരവത്തിലുള്ള ചർച്ച ചെയ്തിട്ട് ആ കൊട്ടാരത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ അതാ പെട്ടെന്ന് എവിടുന്നാന്നറിയില്ല പെട്ടെന്ന് രാജാനുഭാവായ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയാണ്? അധികം കരുത്തിനിലെ ഇടിമിന്നുകത്തിലൊരു റജുതാൻ നടുത്തി ചൊടിയായി അവർ കഞ്ചകം ജിഗമേ മഹമഞ്ചി തഞ്ചമതോ കരുതഞ്ചി നെഞ്ചി തടിയാ. കരുത്തിനിലെ ഇടിമിന്നുകത്തിലൊരു റജുതാൻ നടുത്തി ചൊടിയായി അവർ കഞ്ചകം ജിഗമേ മഹമഞ്ചി തഞ്ചമതും കനിനെഞ്ചി നെഞ്ചി തടിയാ. പതിതന്റെ മുമ്പതിയിൽ നിലനിണ്ട് ബമ്പുടയെ അവരിൽ ശുംബി പുരുഷ ബരവെന്തനി തലമെല്ലിന്റെ സത്തിറമിൽ ആണ്ടുത്തി പാർപ്പനരശ. എവിടുന്നറിയില്ല പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട രാജാനുഭാവു. ആ മനുഷ്യൻ വന്നിട്ട് രാജാവ് അടക്കമുള്ള സംഘത്തോട് പറയാം, എനിക്കൊരു ഈ സത്രം എന്ന് പറഞ്ഞാൽ ഈ വിശ്രമാലയം, ഈ വഴിയമ്പലം, ഈ സത്രത്തിൽ എനിക്കൊന്ന് താമസിക്കാൻ സൗകര്യം തരുമോ? ഇത് കേട്ടതോട് രാജാവ് അങ്ങോട്ട് ചിരിച്ചു. പട്ടാളക്കാരൊക്കെ ചിരിച്ചു. കാരണം ഈ ജാതി ഭ്രാന്തൻ അതിരാവിലെ വന്നിട്ട് സുബഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാവിനോട് ചോദിക്കുന്നത്, ഈ സത്രത്തിൽ അല്പം താമസിക്കാൻ വിശ്രമിക്കാൻ എന്നെ അനുവദിക്കൂ? രാജാവിന്റെ പട്ടാളക്കാര് ഉറയിൽ കിടക്കുന്ന വാളും കൊട്ടൂരി ആ വാള് ഊരി അവന്റെ മുമ്പിലേക്ക് ചീറിയെടുക്കുമ്പോ രാജാവ് അരുത്, അദ്ദേഹത്തെ ആക്രമിക്കരുത്, അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ആ മനുഷ്യൻ വന്നു. രാജാവ് പറഞ്ഞു, ഒന്ന് കണ്ണു തുറന്ന് നോക്കടാ, ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. 7 നിലയുള്ള അമ്പല ചുംബിയായ അത്ഭുതകരമായിരിക്കുന്ന കെട്ടിടം എന്റെ കൊട്ടാരാണ്. ഹമുക്കൈത് എന്റെ കൊട്ടാരമാണ്. കഴുത എന്താ നീ പറഞ്ഞത്? രാവിലെ വന്നിട്ട് സത്രമെന്നോ വഴിയമ്പലമെന്നോ വിശ്രമാലയമെന്നോ? നിനക്ക് ബുദ്ധി ഉണ്ടടാ? ഇത് പറഞ്ഞതോടുകൂടെ ഈ മനുഷ്യൻ തിരിച്ചടിച്ചു, രാജാവേ ഞാനല്ല ബുദ്ധിയില്ലാത്തവൻ, നിങ്ങളാണ് ആക്രമിക്കണ്ട. രാജാവിന് തോന്നി ഇതെന്തോ മറ്റൊരു പരീക്ഷണമാണ്. പെണ്ണിനെ പോലെ, വെല്ലിപ്പാനെ പോലെ, ഒട്ടകക്കാരനെ പോലെ 4ാമത്തൊരു പരീക്ഷണമാണോ? ആ മനുഷ്യൻ പറഞ്ഞു, രാജാവേ ഇത് സത്രമല്ലേ, ഇത് വിശ്രമാലയമല്ലേ, ഇത് താൽക്കാലികമായി കഴിയുന്ന ഷഡ്ഡല്ലേ, ഇത് കൊട്ടാരമാണോ? അദ്ദേഹം പറയാണ്, എതിരായി തരിത്ത് മൊഴി അതിനാൽ ചിരിത്തുടനെ റജിലോട് രത്ത് കഴുതേ, ഇത് എന്റെ മണ്ഡകമത് ഒനെ പിണ്ടിക്കിന്റെ തലം അലിയണ്ട് ഭിണ്ട പൊളുതേ. മത്തിരമില്ലുനെ മുന്നേ നിന്നതവരെ ഒരു മഞ്ഞർ എന്റെ അബുവാർ വളരപ്പന
പുറമു പതിയേറി പിതാവരെ മണിപ്പിച്ചെപ്പിയൊരു പേര് എതിരായി താരിത്ത മൊഴി അതിനാൽ ചിരിത്തുടനെ രജുലോടുരത്തകളുതേ ഇത് എന്റെ മന്ദകമാതുണை വെണ്ട് കൊണ്ട് തലം അല്ല എന്റെ വെണ്ട പൊളുതേ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ വാക്ക് ഗൗരവത്തോടെ കേൾക്കുവാൻ കാതുകൂർപ്പിച്ച് നിൽക്കുകയാണ് രാജാവ്. ആ രാജാവിനോട് ഇദ്ദേഹം ചോദിക്കുകയാണ്, രാജാ, നിങ്ങൾ പറയുന്നു ഇത് സത്രമല്ല എന്ന്, നിങ്ങൾ പറയുന്നു ഇത് വിശ്രമാലയമല്ല എന്ന്, നിങ്ങൾ പറയുന്നു ഇത് വഴിയമ്പലമല്ല എന്ന്, നിങ്ങൾ പറയുന്നത് കൊട്ടാരമാ, നിങ്ങൾ പടുത്തുയർത്തിയ കൊട്ടാരമാ. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെയോ? നിങ്ങളല്ലേ ഈ നാട്ടിലെ രാജാവ്? നിങ്ങളല്ലേ ഈ കൊട്ടാരം അടക്കി വാഴുന്നത്? അതെ. എന്നാൽ നിങ്ങളുടെ മുമ്പ് ആരായിരുന്നു ഈ കൊട്ടാരത്തിൽ? രാജാവിനോട് ചോദിച്ചു, നിങ്ങളുടെ മുമ്പ് ആരായിരുന്നു ഈ കൊട്ടാരത്തിൽ രാജാവ്? എന്റെ വല്യപ്പയായ ബൽക്കാ ചക്രവർത്തി മൻസൂർ ആയിരുന്നു. അവരെ മുമ്പാരാ? അവരെ വാപ്പയാ. അവരെ മുമ്പാരാ? അവരെ വാപ്പയാ. അവരെ മുമ്പാരാ? അവരെ വാപ്പയാ. ഈ വന്ന മനുഷ്യൻ ചോദിക്കുന്നു, അവര് എവിടെയാണ്? പേരെന്ത് കേട്ടപ്പോൾ വന്നോര് ചോടുന്നു രാശാന്തി, പിന്നെ ആ കൂട്ടക്കാർ എങ്കയാമ്പൊന്ന് പേശൂനി വിരലുകൾക്കുള്ളും മരിത്തമ്പാക്കി ചെവിത്തിയിട്ട് വിടല്ലാഹാദാ റുബാത്തമ്പാക്കി ചെവിത്തിയിട്ട് കേട്ടപ്പോൾ വന്നൊരു ചോടുന്നു രാശാനീ, പിണ്ടേക കൂട്ടക്കാർ എങ്കയാമൊന്ന് പേശുനീ വീരറുകൾക്കുള്ളും മാറിത്തമ്പാക്ക് ചെവിത്തിട്ട് വീടല്ലാതാറു ബാത്തമ്പാക്ക് ചെവിത്തിട്ട്. ഓരോരേ കൂട്ടർ വരുന്നു, മാറ്റുള്ളവർ പോവുന്നു, ഒക്കെയും ഹാക്കാവൻ വേണ്ട വേത്തെ പോൽ ആകുന്നു. കാര്യം ചെന്നതില് പിന്നെ തന്നെ കനിന്തില്ല, കൽബാകെ തൽഭൂതം ഉത്ഭവീത്തി നിനന്തല്ല. തോനെ തേടുലേ സലാമത്ത് ഇല്ലാതെ ദുന്യാവ് കൊണ്ടണല്ലോ സലാമത്ത്. ജില്ലാതെ കൈറത്താകിയാളുടെ വാക്കാലോ സിംഹാസനത്തിൻ്റെ ഒത്തുരുത്ത് നിൽക്കാലോ. പ്രിയപ്പെട്ടവരെ, രാജാവ് അത്ഭുതപ്പെടുകയാണ്. അവരൊക്കെ എവിടെ പോയി രാജാവേ? രാജാവ് പറഞ്ഞവരൊക്കെ മരണപ്പെട്ടു പോയി. ആ, അവര് മരണപ്പെട്ടു പോയോ? അപ്പൊ നിങ്ങൾ ഇവിടെ ശാശ്വതമാണോ? നിങ്ങൾ മരിച്ചു പോകില്ലേ? രാജാവ് അന്തം വിടുകയാ. രാജാവിനോട് പറഞ്ഞു, രാജാ, അവര് മരിച്ചു പോയെങ്കിൽ നിങ്ങളും ശാശ്വതനല്ല, നിങ്ങളും മരിച്ചു പോകുമെന്ന് ഓർമ്മ വേണം. അപ്പൊ ഇത് അമ്പലമാണോ? അത് വഴിയമ്പലമാണോ? ഇത് സത്രമാണോ? ഇത് വിശ്രമാലയമാണോ? അതോ കൊട്ടാരമാണോ രാജാ? എന്റെ പ്രിയപ്പെട്ടവരെ, രാജാവ് അത്ഭുതപ്പെടുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം ആ മനുഷ്യനെ കാണാനില്ല. ആ രാജാവ് ചിന്തിക്കുന്നു, റബ്ബേ, പടച്ച തമ്പുരാന്റെ വിധിയല്ലാതെ ഒന്നും നടക്കില്ല റബ്ബേ. ഇനി ഇങ്ങനായാ പോരാ, എനിക്ക് റഹ്മാനായ റബ്ബിനെ കണ്ടെത്തണം അല്ലാ. രാജാവിന് സമാധാനമില്ല, കിടന്നാൽ ഉറക്കം വരുന്നില്ല, കാറ്റടിച്ചാൽ ശരീരം തണുക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. കാരണം പെണ്ണിന്റെ അനുഭവം 1, വെല്ലിപ്പാൻ അനുഭവം 2, ഒട്ടകക്കാൻ അനുഭവം 3. വീണ്ടും ആ മനുഷ്യനെ നേരാക്കാൻ പടച്ച തമ്പുരാന്റെ പരീക്ഷണമായ 5ാമത്തെ ഈ യുവാവിന്റെ ചോദ്യം, 4ാമത്തെ യുവാവിന്റെ ചോദ്യം കൂടെ ആയപ്പോ രാജാവിന് സമാധാനമില്ല.
2-3 ദിവസമൊക്കെ രാജാവ് അങ്ങനെ കഴിഞ്ഞു. ഉറക്കം കിട്ടില്ല, ഒരു സമാധാനം കിട്ടുന്നില്ല. കണ്ടപ്പോ രാജാവ് പട്ടാളക്കാരോട് പറഞ്ഞു, നമുക്കൊരു യാത്ര പോവേണ്ടത്. നേരെ ശ്രദ്ധിച്ചോ, നമുക്കൊരു യാത്ര പോകണം, ഒരു വേട്ടയാടാൻ പോവണം. അത് രാജാക്കന്മാരുടെ ഹോബിയാണ്. മനസ്സിന് സമാധാനം കിട്ടാതെ വരുമ്പോ രാജാക്കന്മാര് പടയാളികളെ കൂട്ടിക്കൊണ്ട് കുതിരപ്പുറത്ത് ആയുധങ്ങൾ എടുത്തുകൊണ്ട് വേട്ടയാടാൻ പോവാറ് പതിവാ. രാജാവ് പട്ടാളക്കാരോട് പറഞ്ഞു, ഒരു വേട്ടക്കുള്ള സാമഗ്രികളൊക്കെ റെഡിയാക്കണം, ഭക്ഷണം റെഡിയാക്കണം, കുതിരകളെ റെഡിയാക്കണം, പുല്ലുകളൊക്കെ കുറച്ച് റെഡിയാക്കണം. എല്ലാം റെഡിയായി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആവനായി ലംബും കുറ്റി നിറച്ചു, മറ്റുള്ള ആയുധങ്ങൾ എടുത്തു. രാജാവും ഇഷ്ടപ്പെട്ട പരിവാരങ്ങളോട് കൂടെ അവര് ഉദ്ദേശിച്ച ഒരു കാട്ടിലേക്ക് നേരെ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് അവരിങ്ങനെ ഓടി. കുറെ ഓടി. അവര് വിചാരിച്ചൊരു കാട്ടിലെത്തി. ആ കാട്ടിലെത്തിക്കൊണ്ട് ആവനായി ഒരു അമ്പെടുത്തുകൊണ്ട് തെറ്റുവിനിൽ വെച്ചുകൊണ്ട് പിടിക്കാം. ഏതെങ്കിലും ഒരു മാനിനെ കണ്ടാൽ, ഒരു വേട്ടമൃഗത്തെ കണ്ടാൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി, പെട്ടെന്ന് അമ്പ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് എല്ലാവരും ജാഗരൂകരായി അവരിങ്ങനെ നടക്കേ. ആരുടെ മുഖത്തേക്ക് നോക്കിയാന്ന് വന്നത്? ആരുടെ മുഖത്തേക്ക് നോക്കിയാന്ന് വന്നത്? ശവനം പഴിച്ചു പോയി. അവര് ചിന്തിച്ചു പോകുക, ഒരണ്ണാനെ പോലും കാണാനില്ല, മാനിനെ പോട്ട് ഒരണ്ണാനെ പോലും കാണാനില്ല. ആ കുതിരയിൽ 4 വെടിക്കിങ്ങനെ മെല്ലെ പതുക്കെ നീങ്ങി. അങ്ങനെ നീങ്ങി പ്രിയപ്പെട്ടവരെ, രാജാവും ചെറിയൊരു വഴിയിലൂടെ ഇങ്ങനെ നീങ്ങി. എന്തെങ്കിലും ഒരു വേട്ടമൃഗത്തെ കണ്ടാൽ പ്രിയപ്പെട്ടവരെ അമ്പ് ചെയ്യുവാൻ വേണ്ടി കയ്യിൽ അമ്പ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നീങ്ങുക. ഒന്നിനും കാണാനില്ല. കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോ അതാ രസകരമായ ഒരു പുള്ളിമാൻ. എന്തോ ഒരു ചന്തമാണ്. ചന്തമുള്ള ഒരു പുള്ളിമാനെ കണ്ടതോടുകൂടി രാജാവിന് ആവേശമായി, രാജാവിന് അത്ഭുതമായി. ആരവിടെ? പട്ടാളക്കാർ അങ്ങോട്ട് വരുമ്പോഴേക്കും രാജാവ് ആ മാനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ബിസ്മില്ലാഹ് ഉന്നം വെച്ചതോടുകൂടെ പെട്ടെന്ന് ആ മാൻപേട് നേരെ അങ്ങോട്ട് ചാടുക. പക്ഷേ രാജാവ് അമ്പ് വിട്ടില്ല. രാജാവ് പിന്നാലെ പിന്തുടർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാൻപേട അതാ മുന്നിൽ കുതിക്കുകയാ. സുബ്ഹാനല്ലാഹ്, രാജാവുണ്ടോ വിടുന്നു. സ്പീഡിൽ സഞ്ചരിക്കുന്ന കുതിരപ്പത്തെ രാജാവും തന്റെ മുന്നിൽ പ്രിയപ്പെട്ട മാൻപേടയും അങ്ങനെ ഓടി 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 ഓടി. എത്ര നാടുകൾ, എത്ര മലകൾ, എത്ര താഴ്വരകൾ, എത്ര തോടുകൾ, എത്ര കല്ലുകൾ. സുബ്ഹാനല്ലാഹ്, രാജാവ് അറിഞ്ഞില്ല. രാജാവിന് ഒരേ ചിന്തയ ആ മാൻപേടയെ പിടിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർ അടുത്തുണ്ട്, അതൊന്നും നോക്കിയില്ല. എന്നാൽ എല്ലാം കൈവിട്ടിരുന്നു. പട്ടാളക്കാരൊക്കെ പ്രിയപ്പെട്ടവർ എത്താത്തൊരു രാജ്യത്ത് അദ്ദേഹം എത്തി. വേറെ ശ്രദ്ധിച്ചോളൂ, പട്ടാളക്കാർക്ക് അടുത്തെത്തിയില്ല. പിന്നെ ഏതേനെ രാജാവ് പോയി എന്നത് കണ്ടില്ല. ഇവിടെ സംഭവിച്ചത് എന്താണ്? നില്ലാതോരോ കാട്ടിൽ ചെണ്ട് വേട്ടയെ തേടിയേ മുൻകൊള്ളെ ചാടിയേ മാനോട് കൂടെ കോട്ട പിടുത്തിയിട്ട് താനും നബിയും താനിത്തെ പോതിന് തിരിഞ്ഞിട്ട് തന്നെ പാങ്ങില്ല ചെലിവ ചെയ്തി താനോ പാടച്ചെന്നേ പാടലം കീഴിൽ നിന്ന് അന്നേരം മാറു ചൊല്ലാം പറയുന്നു വല്ലാഹി ബാധുത്തത് അല്ലതിനല്ല. അങ്ങനെ ഓടി ഓടി കുറെ ചെന്നപ്പോ രാജാവും ഈ മാൻപേടയും തനിച്ചായി. മാൻപേട ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, അതിന് ഭയങ്കര ക്ഷീണം, ഓടാൻ വയ്യ. അതിന് ഓടാൻ വയ്യാതെ തളർന്ന് ക്ഷീണിച്ചോടുമ്പോ രാജാവിന് സന്തോഷമായി. അമ്പടാ എന്റെ മുമ്പിലാ. രാജാവ് എന്താ ചെയ്തത്? അടുത്ത് മാൻപേട എത്തി. അതിങ്ങനെ വെച്ച് നടക്കാൻ തുടങ്ങി. അതിന് ക്ഷീണമായി. പക്ഷെ അഭിനയിക്കുകയായിരുന്നു. അത് രാജാവിന് അറിയില്ല. രാജാവ് ആവനായിൽ നിന്ന് മൂർച്ചയേറി അമ്പെടുത്തുകൊണ്ട് തന്റെ തെറ്റുവിലിൽ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹ് അതും കൊണ്ട് വിടാൻ ഭാവിച്ചപ്പോ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്ത്? ആ മാൻപേട തിരിഞ്ഞുകൊണ്ട് രാജാവിനോട്, രാജാ അരുത്, എന്നെ തൊട്ടുപോകരുത്. സുബ്ഹാനല്ലാഹ്, പറയുന്നത് ആരാ? ഒരു മനുഷ്യനല്ല, ഒരു മാൻപേടയാ. കൂരിട്ടുള്ള വനം, മാനമുട്ടയെ മരങ്ങൾ, വലിയ മരങ്ങൾ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരും അടുത്തില്ല. പട്ടാളക്കാര്, പോലീസുകാര് ആരുമില്ല. രാജാവിന്റെ മുഖത്തേക്ക് നോക്കി ഈ മാൻപേട പറയാ, രാജാ തൊട്ടുപോകരുത്. എന്നിട്ട് അദ്ദേഹത്തെ ചോദിക്കുന്നത്, രാജാവേ, എന്നെ പോലത്തെ സാധുക്കളെ ആക്രമിക്കാൻ വേണ്ടിയാണോ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് രാജകീയ പദവി തന്നത്? പെട്ടെന്ന് രാജാവ് കുതിരപ്പുറത്ത് താഴെ വീണു.
മഹാനവങ്ങൾ പറഞ്ഞു ഇല്ല ഇല്ല വല്ലാഹിയാണ് ഇല്ല. സുബ്ഹാനല്ലാഹ്. പടേലം ഹീലിൽ നിന്ന് അന്നേരം മാറു ചൊല്ലുന്നേ പറയുന്നു വല്ലാഹി ഭാഗുത്തതല്ല അദീനല്ല ഉടൈതാരീത്ത് പരിസിൻ മീതിൽ നിറങ്ങിയേ ഉറ്റൈ വിചാരിച്ച് തൗബ ചെയ്ത് മടങ്ങിയേ തഹത്തിൽ താമ്പൂജി പാനിരുന്നാനേ വന്നൊരു കാക്ക ഹുബ്സെടുത്ത് പറന്താനേ ഇടമില്ല നേരത്ത് മാറുമെന്നും നാൾ ആറായേ ഏഴാം ദിവസവും കുത്തിക്കൊണ്ടങ്ക് പാറിയേ. ആ മാൻപേട ചോദിച്ചത് കേട്ടില്ലേ? എന്നെ പോലത്തെ സാധുക്കളെ ഉപദ്രവിക്കാനാണോ അല്ല നിങ്ങളെ രാജാവാക്കിയത്? രാജാവ് താഴെറങ്ങിക്കൊണ്ട് പറഞ്ഞു അല്ല വല്ലാഹിയാണല്ല, എനിക്ക് മാപ്പ് മാപ്പ്. രാജാവിന് മനസ്സിലായി ഇത് മറ്റൊരു പരീക്ഷണമായി. പ്രിയപ്പെട്ടവരെ, 5ാമത്തെ പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. രാജാവ് തൗബ ചെയ്യുകയാണ് ആ കാട്ടിൽ വെച്ചുകൊണ്ട്. ഇല്ല റബ്ബേ, പെണ്ണിനാൽ പരീക്ഷിച്ചപ്പോ, ആ വെള്ളിപ്പയാൽ പരീക്ഷിച്ചപ്പോ, ഒട്ടകക്കാനാൽ പരീക്ഷിച്ചപ്പോ, ആചാര്യഭാവായ മനുഷ്യൻ ഒരു താമസ സൗകര്യം തരാൻ വേണ്ടി പറഞ്ഞു വന്ന് പരീക്ഷിച്ചപ്പോ ഞാൻ ചിന്തിച്ചു പോയി, ഇനിയെങ്കിലും നേരാവണം, എന്റെ റബ്ബിനെ കണ്ടെത്തണം, എല്ലാ സുഖസൗഖ്യങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ തേടി പുറപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ ഇനി ഇത് ചെയ്തോള റബ്ബേ, എന്നെ എന്റെ കൊട്ടാരത്തിലേക്കൊന്ന് എത്തിക്കണം അല്ലാഹ്. അവിടെ വെച്ചുകൊണ്ട് തൗബ ചെയ്തു. അവിടെ വെച്ച് തൗബ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൊട്ടാരത്തിലേക്ക് മടങ്ങി നോക്കുമ്പോ ചില പോലീസുകാരൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്, ചില പോലീസുകാരൊന്നും എത്തിയിട്ടില്ല, ചിലർ രാജാവിനെ തെഞ്ഞിട്ടുണ്ട് നടക്കുന്നുണ്ട്. രാജാവ് ഇങ്ങനെ വരുമ്പോ പോലീസിന് കിട്ടുകിട്ട വറക്കാണ് റബ്ബെ തല വെട്ടുക. കാരണം രാജാവിനെ നോക്കേണ്ട ആളുകളല്ലേ. പോലീസുകാരൊക്കെ അങ്ങോട്ടൊക്കെ ഒഴിഞ്ഞു മാറുക. രാജാവ് ഒന്നും മിണ്ടുന്നില്ല, ആരോടും മിണ്ടാതെ രാജാവ് റൂമിലേക്ക് കയറി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ റൂമിൽ കൊണ്ട് രാജാവ് ചിന്തിച്ചു. അന്ന് രാത്രി, നേരെ കേട്ടോ, അന്ന് രാത്രി രാജാവ് ചിന്തിച്ചു, റബ്ബേ ഇല്ല, ഞാൻ നാട് വിടാണ്, എനിക്കിനി ഭാര്യ വേണ്ട, മക്കളും വേണ്ട, ഒരു ഭരണം വേണ്ട, ഭരണ ചെങ്കോല് വേണ്ട, എല്ലാം വലിച്ചെറിഞ്ഞ് ഞാനിതാ നാളെ കാട്ടിലേക്ക് പോകുകയാണ്. എന്റെ വാപ്പ താമസിച്ചതുപോലെ റബ്ബിനെ ഇബാദത്തിനോട് താമസിക്കാൻ പോകുകയാണ്. പകൽ സമയത്ത് നോമ്പ് നോറ്റ് വിറകുണ്ടാക്കിക്കൊണ്ട് ഞാനിത് അല്ലാഹ് ആരാധന ചെയ്ത് ജീവിക്കാൻ പുറപ്പെടുകയാണ്. അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ രാജാവിന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു. എന്താ ചിന്ത എന്നറിയോ? അല്ല രാജാവേ, എന്തു സുഖാണ് ഈ കൊട്ടാരത്തിൽ. ഇഷ്ടംപോലെ തോഴികളുണ്ട്, പരിചാരകരുണ്ട്, ഇഷ്ടംപോലെ പട്ടാളക്കാരുടെ സംരക്ഷണത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാ സൗഖ്യമുണ്ട്, സുഖമുണ്ട്, ഭക്ഷണമൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ കൊട്ടാരം വിട്ട് പോയ ആരാ തിന്നാൻ തരിക? അത് ശരിയാ. രാജാവിന് ചിന്ത വന്നു, കാട്ടുപോയാൽ എങ്ങനെ തിന്നും, കാട്ടുപോയാൽ എങ്ങനെ ഭക്ഷണം കഴിക്കും, ആരാനിക്ക് ഭക്ഷണം തരിക? അല്ലാഹു റാസിഖാണ് എന്നത് രാജാവ് മറന്നു. രാജാവ് ചിന്തിക്കുക, ആരാനിക്ക് ഭക്ഷണം തരിക? അവര് ചിന്തിപ്പിക്കുന്ന ആരാന്നറിയോ? മറ്റേ സാധന, മറ്റേ ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആളില്ലേ, ഏത് ആ നേതാവില്ലേ, ആര്? ഇബ്ലീസ്. ഇബ്ലീസാ ചിന്തിക്കണം. വല്ലാത്തൊരു സംഭവം ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ. ഇബ്ലീസ് ഭയങ്കര സംഭവമാണ്. അള്ളാഹുവിന്റെ ഔലിയായിരിക്കുന്ന ഇബ്രാഹിം ദത്തിന് മാത്രമല്ല, ഒരുപാട് ഔലിയക്കന്മാർ, ആരിഫീങ്ങളെ, പ്രവാചകന്മാരെ എല്ലാം തിരിപ്പിക്കാൻ ഈ പാഹ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഒരു സന്ദർഭത്തിൽ മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ്, ഒന്ന് റളിയല്ലാഹു അൻഹു പറയാ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി, ഈ 4 സ്വഹാബികളെ ഇബ്ലീസ് ഒരൊറ്റ ദിവസം ഒന്ന് തിരിപ്പിക്കാൻ നോക്കി. നേരെ ശ്രദ്ധിച്ചു. എങ്ങനെയാണെന്നൊരു വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിലേക്ക് പോയാൽ കൂലി ഉണ്ടല്ലോ. നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞതിൽ ഒരു ഒട്ടകത്തിന് അറുത്ത് വാരി കൊടുത്ത കൂലി ആദ്യം വന്നാൽ അല്ലേ, ആദ്യം വന്നാൽ അങ്ങനെ കുറഞ്ഞു പിന്നെ കൂലിയുണ്ട്. അപ്പൊ ഈ ഒരു കൂലി കരഗതമാക്കാൻ വേണ്ടി മദീന പള്ളിയിലേക്ക് നേരത്തെ പോകുക മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ ഉമറുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി, ഈ 4 സ്വഹാബി.
അന്ന് ഇബ്ലീസ് പടച്ചവനോട് പറഞ്ഞ എന്താണെന്നറിയോ? രാജാതിരാജനായ രാജഭോജാവായ തമ്പുരാനെ, ഇന്ന് ആരെങ്കിലും ഒരാളിന്റെ വലയപ്പെടുത്താനൊന്ന് തൗഫീഖ് ചെയ്യണം. അല്ലാഹ് ഒന്നുകിൽ അബൂബക്കർ, അല്ലെങ്കിൽ ഉമർ, അല്ലെങ്കിൽ ഉസ്മാൻ, അല്ലെങ്കിൽ അലി, നാലിൽ ആരെങ്കിലും ഒരാൾ പടച്ച തമ്പുരാനെ തിരിപ്പിക്കാൻ തൗഫീഖ് നൽകണേ എന്നും പറഞ്ഞിട്ട് ഈ പഹയൻ എന്തേ കാട്ടിയെന്നറിയാം? നേരെ നോക്ക്, നല്ലൊരു തലപ്പാവ് കെട്ടിയിട്ട്, നല്ലൊരു ജുബ്ബ ധരിച്ചിട്ട്, തുണിയൊക്കെ നെരിയാണിക്ക് മേലെ കേറ്റെടുത്തിട്ട്, ശുഭവസ്ത്രം ധരിച്ചിട്ട്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയാർ തങ്ങള് ജുമാക്ക് പോകുന്ന വഴിയിൽ വന്നിട്ട് ഒരു തസ്ബീഹ്മാല എടുത്തിട്ട് ദിക്റും ചൊല്ലിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ നിൽക്കാൻ രാവിലെ പോയിട്ട് എപ്പോഴാ അവര് വരികയെന്നറിയില്ല. വഴി കൂടെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ വെല്ലിപ്പാട് ദിക്ർ കേൾക്കാണ്ട് ഒരു അക്ഷരം മാത്രമേ കേൾക്കാനുള്ളൂ. ഇത് മാത്രമേ കേൾക്കാൻ. അപ്പൊ പോണവരൊക്കെ വിചാരിച്ച എന്താന്നറിയോ? വെല്ലിപ്പ സുബ്ഹാനല്ലാഹ് 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 എന്ന് ചെല്ലും. അതാ ചെല്ലുന്ന. പക്ഷെ വെല്ലിപ്പ ചെല്ലുന്ന എന്താന്നറിയോ? സുയിപ്പാക്കും 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 സുയിപ്പാക്കും. ആ സുഖാണ് ഇവര് കേൾക്കണം. മൂപ്പര് പറഞ്ഞ ദിക്റതാ, മൂപ്പര് സുയിപ്പാക്കാൻ വേണ്ടി നിൽക്കുക. ആ സുയിപ്പാക്കുന്ന ദിക്റാണ്, അതാ ഇവര് കേൾക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായിരിക്കുന്ന അബൂബക്കർ തങ്ങൾ ഇങ്ങനെ വരുന്നത്. നേരത്തെ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി, ആ കൂലി കിട്ടാൻ വേണ്ടി നേരെ ഓടി വരുമ്പോ ഇബ്ലീസ് ഇടപെട്ടു. മോനെ അബൂബക്കറെ, മോനെ മോനെ. ഒരു വെല്ലിപ്പ, സുബ്ഹാനല്ലാഹ്, പാവേ വെല്ലിപ്പ പറഞ്ഞു, മോനെ അബൂബക്കറെ, ഇക്കും മാണ്ടടാ പള്ളികൾക്കൊക്കെ പോവുക, വയസ്സായി. അതുകൊണ്ട് മോനെ നിങ്ങൾ പള്ളികൾക്കാണില്ലേ? ആ പള്ളികൾക്കാ. ഇക്കും വേണ്ട പള്ളികൾ. ആ അൽഹംദുലില്ലാഹ് പോരും വെല്ലിപ്പ. അല്ല മോനെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടി പോയിക്കോ. പക്ഷെ ഞാൻ എന്നെ വിളിച്ചെന്തിനാന്നറിയോ? എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ആ സംശയത്തിന് ചോദ്യത്തിന് ഉത്തരം തരാൻ. ഇവിടെ സംഭവിച്ച് അബൂബക്കർ തങ്ങളെ തടഞ്ഞു വെച്ചു വെല്ലിപ്പ. ആ വെല്ലിപ്പ പറഞ്ഞു, മോനെ അബൂബക്കറെ, എനിക്ക് ചെറിയൊരു സംശയമുണ്ട് മോനെ, എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ആ സംശയത്തിന്റെ കുട്ടി മറുപടി തരണം. അബൂബക്കർ തങ്ങൾ ചോദിച്ചു, എന്താ വെല്ലിപ്പാന്റെ സംശയം? അല്ല മറന്നല്ലോ. മറന്നല്ലോ മോനെ, മോനെ എന്താ മറന്നല്ലോ? എന്താ സംഭവം എന്താ അറിയാം? മറന്നതല്ല, സുയിപ്പാക്കാണ്. സമയം തെറ്റുക. ഏതെങ്കിലും വഴിക്ക് അബൂബക്കർ തങ്ങൾക്ക് കിട്ടുന്ന കൂലി മറ്റൊരാൾക്ക് കിട്ടണം, അബൂബക്കർ തങ്ങൾക്ക് കിട്ടരുത്. ഇബ്ലീസാ പ്രേരിപ്പിക്കുക. കുറച്ചിങ്ങനെ കറക്കിയപ്പോ അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി, വെല്ലിപ്പാള് തരക്കടില്ല. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, വെല്ലിപ്പ നിങ്ങളെ സംശയം കിട്ടിയില്ലല്ലോ? ഇല്ല മോനെ, കിട്ടിയില്ല. ഇതൊന്ന് കുറച്ചേരാം. ഇല്ല, ബാക്കിൽ ഉമർ വരുന്നുണ്ട്, മൂപ്പരോട് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പോകാൻ നേരം എന്ന് പറഞ്ഞു. ഒന്ന് നഷ്ടപ്പെട്ടു. ഇനി വരുന്നതാരാ? ഉമറാ. സുബ്ഹാനല്ലാഹ്, ഉമർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടുന്നതാ, അവർക്കുള്ള ജീവിതം കേൾക്കുവാൻ ഹരമുള്ളതാ. അല്ലാഹ്, ആ കണ്ണിട്ടൊന്ന് തുറിച്ചു നോക്കിയാൽ മതി, ബാക്ക് കൂടെ ഗ്രീസാണ് പോകും. 250 വേറെ കുഴപ്പമൊന്നുമില്ല. ആ ജാതി സാധനം അത് പോയിട്ടുണ്ട്. അതൊന്നും പറയാൻ നേരമില്ല. മഹാനാ ഉമർ തങ്ങളുടെ പ്രത്യേകതയാണത്. ജന്മനാൽ ചോരക്കണ്ണ ഉമർ തങ്ങൾക്ക്. ആ കണ്ണുകൊണ്ടൊന്ന് തുറിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, അത് ഇബ്ലീസിന് അറിയാം. ഇബ്ലീസ് ഒന്ന് അമ്പരന്നു. ഇബ്ലീസ് ചിന്തിച്ചു, പടച്ചോനെ ഒന്ന് നഷ്ടപ്പെട്ടു, വരുന്നത് ഉമറാണ്. അല്ലാഹ്, ചിലപ്പോ മോന്റെ കുറ്റി മുട്ടുകുറ്റിയാക്കും. ആ ജാതി സാധനാണ് വരുന്നത്. എന്താ ചെയ്യാ? ശ്രമിച്ചു നോക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇബ്ലീസ് അവിടെ നിന്നു. ആ സമയത്ത് അല്പം കൂടെ വെഴുകിക്കൊണ്ട് മഹാനായ ഉമർ തങ്ങൾ കുറച്ചുകൂടെ സ്പീഡിൽ വരുന്നത്. ആ നെഞ്ച് പൊന്തിപ്പിടിച്ച വരവ് കണ്ടപ്പോ തന്നെ ഇബ്ലീസ് ഒന്ന് അമ്പരന്നു. ചോദിക്കണോ ചോദിക്കേണ്ടെന്നുള്ള സംശയം മൂപ്പർക്ക് വേറെ വന്നു. ഏതായാലും അടുത്തെത്തി. അല്ലല്ലേ, ചിലപ്പോ ഇതിനെ സ്വീപ്പാക്കാൻ കിട്ടിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് വിളിച്ചു, ഉമറേ, മോനെ ഉമറേ. ആ നോട്ടം കണ്ടപ്പോ തന്നെ കാക്ക മെല്ലെ തലതാറ്റി. ഇബ്ലീസ് പറഞ്ഞു, ഇബ്ലീസാന്ന് ഉമർ തങ്ങൾക്ക് അപ്പറിയില്ല. ഇബ്ലീസ് പറഞ്ഞു, മോനെ ഉമറേ, വെല്ലിപ്പാക്ക് വയസ്സായി, വെല്ലിപ്പാക്ക് വേണ്ട പള്ളികൾക്ക് ഒന്ന് പോരാ. ആയിക്കോട്ടെ, നമുക്ക് നടക്കാൻ പോരാ. മോനെ, ഞാൻ തടഞ്ഞത് എനിക്ക് ചെറിയൊരു സംശയം. നിന്റെ കുട്ടി അതിന് മറുപടി തരണം. വേഗം ചോദിക്കണം. ചോദിച്ചോളാം, വേഗം ചോദിക്കുക. ആ സമയത്ത് ഇബ്ലീസ് ആദ്യം പറഞ്ഞ പോലെ, മോനെ ഈ ഇതില്ലേ, ഏത് എന്താ മറന്നു മോനെ, മോനെ കണ്ടപ്പോ മറന്നതാണ്. ഈ ഇതില്ല മോനെ, ഏത്? 2-3 ഈദ് എന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങൾക്ക് മനസ്സിലായി ആള് പെശകാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, വെല്ലിപ്പ കുരുത്തം കെട്ട കാക്ക. മനസ്സിലായതപ്പൊ മൂപ്പർക്ക് മനസ്സിലായി. ഇങ്ങളെ ഈദ് അതിന് മറുപടി തരാൻ പറ്റിയ ഒരു സാധനം ബാക്കിലുണ്ട്. നിങ്ങൾ ഉസ്മാനോട് ചോദിച്ചോളിന്ന്. അല്പസമാധാനം ഇബ്ലീസിനുണ്ട്. കാരണം ഉസ്മാൻ തങ്ങളെ ശാന്ത സ്വഭാവക്കാരനാണ്.
പെട്ടെന്ന് ആക്രമിക്കൂല. കുടുങ്ങാച്ചഞ്ഞ് ഉസ്മാനെ കിട്ടുള്ളൂ. ഇബ്ലീസ് കാത്തുന്നു മാത്രമല്ല ഉസ്മാൻ തങ്ങൾ വന്നു. ശാന്ത സ്വഭാവമുള്ള ഉസ്മാൻ തങ്ങൾ അടുത്തെത്തിയപ്പോൾ വിളിച്ചു, ഉസ്മാനെ ആകെ ഒരു വെല്ലിപ്പ. എന്താ വെല്ലിപ്പ? പള്ളികൾക്കാണ്. ആ മോനെ വയ്യാറ്റ് നിൽക്കുകയാണ്. അല്ല, എന്റെ കുട്ടീനോട് ഒരു കാര്യം ചോദിക്കാണ്ട് കുട്ടി മറുപടി തന്നെ. എന്താ വെല്ലിപ്പ? അബൂബക്കറിനോട് ചോദിച്ചു മറുപടി കിട്ടിയില്ല, ഉമറിനോട് ചോദിച്ചു മറുപടി കിട്ടിയില്ല, എന്റെ കുട്ടി പറയണം. അപ്പൊ ഉസ്മാൻ തങ്ങൾ ചിന്തിച്ചു, അബൂബക്കർ തങ്ങൾ മറുപടി പറഞ്ഞില്ല, ഉമർ തങ്ങളും പറഞ്ഞില്ല. ഡൗട്ട് അവിടെ തന്നെ കുടുങ്ങി. ഉസ്മാൻ തങ്ങൾ ചോദിച്ചാ ചോദിക്കുകയാണ്, മോനെ ഇതില്ല. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, വെല്ലിപ്പ ഇതിന് അബൂബക്കർ തങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലേ? ഇല്ല മോനെ. ഉമറും പറഞ്ഞില്ല. എന്നാലേ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി തരുന്ന ഒരാളിന്റെ ബേക്കിൽ വരുന്നുണ്ട്. ആര്? അലി. ഇത് കേട്ടപ്പോ ഇബ്ലീസ് ഞെട്ടി. അലീന്ന് കേട്ടപ്പോ ഞെട്ടി. ഉസ്മാൻ തങ്ങള് ഞാൻ പോകാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് ശൂരരിൽ ശൂരനായ, അടർക്കളത്തിലെ വില്ലാളി വീരനായ, ദേഷ്യം വന്നാൽ ക്ഷമ എന്ന രണ്ടക്ഷരം പറക്കുന്ന മഹാനായ അലി. മഹാനായ അലിയാത്തങ്ങളെ വരിക, രണ്ട് കൈകരെ വീശിക്കൊണ്ട് ശൂരനായ അരികെ വരുമ്പോ അലിയാത്തങ്ങളുടെ പാദം മണലാനത്തിൽ ശരിക്ക് സ്പർശിക്കുള്ളൂ, അല്ലാണ്ട് അമർന്ന് ചവിട്ടൂലത്രേ. അത്ര അഭ്യാസിയ മഹാനായ അലി. ആ കാലം കൊണ്ട് ചെല്ലുന്നതോടുകൂടെ മണൽ തരികൾ പോലും മാറിക്കൊടുക്കും, വടി മാറിക്കൊടുക്കും മഹാരാജരുടെ പാദങ്ങൾക്ക്. ആ ശൂരനായ അലി ഓരോ പാദങ്ങനെ ഇതിങ്ങനെ വെക്കുമ്പോ ഇബ്ലീസിന്റെ നെഞ്ചിൽ മുട്ടുകനെ മുട്ടുക. അടുത്തേക്ക് എത്തി വിളിച്ചു, മോനെ അലി. ഒരു വെല്ലിപ്പ. അലി പള്ളികൾക്കാണില്ലേ? വെല്ലിപ്പ പള്ളികൾക്കല്ലേ? എന്റെ മോനെ കൊയങ്ങിട്ട് പൊന്നാര മോനെ അടുത്ത ഒരു കാര്യം പറയാൻ. എന്താണ്? നേരം വെക്ക് വെല്ലിപ്പ. പൊന്നാര മോനെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടാ ചോദിക്കാം. നമുക്ക് നടന്ന് ചോദിക്കാന്ന് അലി ചോദിച്ചോളാം. അലിയാത്തങ്ങൾ പറഞ്ഞ പെട്ടെന്ന് ചോദിക്കും. പെട്ടെന്ന് ചോദിച്ചോ. അപ്പൊ അതിന് ചോദിച്ചാൽ അത് പ്രശ്നം ആർക്കറിയാം? ഇബ്ലീസിനറിയാം. ഇബ്ലീസ് പെട്ടെന്നൊരു ചോദ്യം അനഞ്ഞെടുത്തു. എന്താ ചോദ്യം അഞ്ഞെടുത്തത്? മോനെ, ഈ പെണ്ണുങ്ങളില്ലേ? പെണ്ണുങ്ങൾ. പെണ്ണുങ്ങളുണ്ട്. മോനെ ഈ ഒലക്കല്ലേ? ഒലക്ക എന്ത് ചോദ്യ? ഒലക്കുണ്ട്. മോനെ ഒരലില്ലേ? ഒരല്. ഒരലുണ്ട്. മോനെ ഈ പെണ്ണുങ്ങളെ വല്ല ധാന്യം ഈ ഒരലിട്ടിട്ട് ഒലക്ക കൊണ്ട് ഇങ്ങനെ അങ്ങനെ ഇടിക്കൂല അലി? ഇടിക്കും. ഇടിക്കണ സമയത്ത് ഈ ടെം എന്നൊരു സൗണ്ട് ഇല്ലേ അലി? ആ സൗണ്ട് ഈ ഒലക്കമെന്നാണോ അത് ഈ ഒരലുമെന്നാണോ? ഇതിന് മറുപടി എന്താ കൊടുക്ക? ഈ സൗണ്ട് വരുന്നത് ഈ ഒലക്കമെന്നാണോ ഒരലിൽ നിന്നാണോ എന്നാ അലിയാത്തങ്ങൾക്ക് മറുപടി കിട്ടി. അലിയാത്തങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? തന്റെ കൈ പരത്തി പിടിച്ചിട്ട്, ഇബ്ലീസാന്ന് മനസ്സിലാക്കിയത്, പരത്തി പിടിച്ചിട്ട് ഇബ്ലീസിന്റെ മുഖത്തേക്ക് കൊടുത്ത് ആട്ടി കെട്ടിയപ്പോ വെല്ലിപ്പ വീണപ്പോ മഹാനായ അലിയാത്തകളെ പറഞ്ഞു, നിങ്ങളുടെ എഴുന്നേൽക്കുന്ന. വെല്ലിപ്പ പറഞ്ഞ അല്ലാണ് നിന്നെ തള്ളിട്ടാറ്, അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന പറഞ്ഞ വെല്ലിപ്പ എഴുന്നേറ്റു. വെല്ലിപ്പ എഴുന്നേറ്റപ്പോ മഹാനായ അലിയാത്തകൾ ചോദിച്ചു, വെല്ലിപ്പ പെണ്ണുങ്ങൾ ധാന്യം ഒരലിട്ട് ഒലക്ക കൊണ്ടിരിക്കുമ്പോ എന്നുള്ള സൗണ്ട് വരുന്നത് ഒലക്കമെന്നാണോ ഒരലുമെന്നാണോ അല്ലേ? വെല്ലിപ്പാനെ ഞാൻ തല്ലിയോ? തല്ലി. എങ്ങനെ തല്ലി? കൈകൊണ്ട് തല്ലിയിട്ട പൊന്നാരമോനെ പറഞ്ഞാ മതി. കൈകൊണ്ട് തല്ലിയോ? തല്ലി. എങ്ങോട്ടാ തല്ലി? മുഖത്തേക്ക്. എന്റെ കൈ കൊണ്ട് വെല്ലിപ്പാടെ മുഖത്തേക്ക് ഞാൻ അടിച്ചപ്പോ വെല്ലിപ്പ എന്നൊരു സൗണ്ട് കേട്ടോ? കേട്ടു. അതിന്റെ കയ്യിൽ നിന്നാണോ അതോ നിങ്ങളുടെ മുഖത്തിൽ നിന്നാണോ? മഹാനായ സയ്യിദുന അലി കറമല്ലാഹു വജ്ഹു. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോ ഇബ്ലീസ് എവിടെ ഉണ്ടാകും? മഹാനായിരിക്കുന്ന രാജാവിനെ ഇബ്ലീസ് ഭയപ്പിക്കാണ്. രാജാ പോവരുത്, ഭക്ഷണം എവിടുന്ന കിട്ടുക? അങ്ങനെ രാജാവ് ചിന്തിച്ചു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭോജനശാലയിൽ രാജാവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കാം. രാജാവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ ഒരു അത്ഭുതമുണ്ടായി. എന്താ അത്ഭുതമുണ്ടായത്? എവിടുന്നാന്ന് അറിയില്ല. പെട്ടെന്നൊരു കാക്ക വന്നിട്ട് രാജാവിന് ഇഷ്ടം പത്തിരിയ. ആ ഹുബസ്, ആ പത്തിരി കൊത്തിക്കൊണ്ട് കാക്ക കൊണ്ട് പൊതിച്ച് ആരവിടെ? രാജാ. ഒരു കാക്ക വന്നുകൊണ്ട് പത്തിരി കൊത്തിക്കൊണ്ടുപോയി. മാറ്റിക്കൊണ്ടുപോവാ. നാശം. എവിടുന്ന് വന്നത്? നിങ്ങളൊക്കെ എവിടെയായിരുന്നു?
പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കാക്ക പത്തിരി കുത്തി. എന്നാൽ രണ്ടാമത്തെ ദിവസം പത്തിരി കുത്തി, മൂന്നാമത്തെ ദിവസം കുത്തി. ഇവിടെ നോക്ക നിങ്ങള്, ഇവിടെ പറയുന്നത് ഇടമിൽ അന്നേരത്ത് വാരും എന്നും നാള് ആറായേ ഏഴാം ദിവസവും കൊത്തിക്കൊണ്ടെങ്ങ് പാറിയേ കഠിനെ പുതുമയായി സാരം എന്തെന്നുള്ളൂഹത്തിൽ കാക്കന്റെ പിന്നിൽ ചിറന്തൈ ഓടിച്ച് വേഗത്തിൽ പുതുമയായി സാരമെന്തെന്നുള്ളൂഹത്തിൽ കാക്കന്റെ പിന്നിൽ ചിറന്തയോടിച്ച് വേഗത്തിൽ പടിവര പക്ഷി തൊട്ട് കാഴ്ച മറഞ്ഞാരേ വലിയ ജബലുണ്ടിൽ കേറി ചെണ്ട് തിരഞ്ഞാരേ. പ്രിയപ്പെട്ടവരെ, 6 ദിവസവും പത്തിരി കൊത്തിക്കൊണ്ടുപോയി കാക്ക. അദ്ദേഹത്തെ രാജാനെ മറപ്പിക്കല്ല, ഇത് മറ്റൊരു പരീക്ഷ. നേരെ കേട്ടോളൂ, 6 ദിവസം പത്തിരി കൊത്തിക്കൊണ്ടുപോയപ്പോ രാജാവ് അന്ന് തീരുമാനിച്ചു, ഇല്ല, നാശം, ഇനി അതിന് വിടില്ല. രാജാവ് പറഞ്ഞു പട്ടാളക്കാരോട്, നാളെ ഒരു കുതിര റെഡിയാക്കി നിർത്തണം, നാളെ നിങ്ങൾ കുതിര റെഡിയാക്കി നിർത്തണം, വെള്ളം റെഡിയാക്കണം, ഭക്ഷണം റെഡിയാക്കണം. രാജാവ് റെഡിയായി. 7ാമത്തെ ദിവസം പതിവ് പോലെ പത്തിരി കഴിക്കുവാൻ വേണ്ടി ഭോജനശാലയിൽ രാജാവ് ഇരുന്നു. ഇന്ന് രാജാവിന് ശ്രദ്ധയുണ്ട്, ഇന്ന് രാജാവിന് ഓർമ്മയുണ്ട്, എല്ലാ സെറ്റപ്പിലാ രാജാവ് ഇരിക്കുന്നത്. ഇതാ പത്തിരിയിലേക്ക് കരി അങ്ങോട്ട് പാരാനൊരുങ്ങുമ്പോ അല്ലാ, പതിവ് പോലെ എവിടുന്നാന്നറിയില്ല ഒരു കറുത്ത കാക്ക പെട്ടെന്ന് വന്നിട്ട് പത്തിരി കൊത്തിക്കൊണ്ടുപോയി. പത്തിരി കൊത്തിക്കൊണ്ട് കാക്ക അങ്ങോട്ട് പാറുമ്പോ രാജാവ് ചെയ്തതെന്താ? തന്റെ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി, റെഡിയാക്കി നിർത്തിയിരുന്ന കുതിര, ആ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറിക്കൊണ്ട് ആ കാക്കയുടെ പിന്നാലെ കാക്ക മുകളിലൂടെ പോകുമ്പോ പത്തിരി കൊത്തിക്കൊണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, താഴ്ഭാഗത്തൂടെ കുതിരപ്പുറത്ത് രാജാവ് ഓടുന്നു. അങ്ങനെ ഓടി ഓടി ഒരുപാട് കാടുകളും തോടുകളും അൽഹംദുലില്ലാ ബേക്കിലാക്കിക്കൊണ്ട് പോയി. ഒരു വലിയ മലയിലേക്കാ കാക്ക കയറുന്നത്, കൂരിട്ടുള്ള കാട്ടിലേക്കാ കാക്ക കയറുന്നത്. രാജാവും കേറി, പക്ഷേ കാക്കനെ കാണാനില്ല. കാക്കക്കൂട്ടത്തെ കണ്ടാൽ ഒന്നാകെ നശിപ്പിക്കാണ് ദേഷ്യത്തിൽ രാജാവ് നേരെ കയറി. കാക്കനെ കാണാനില്ല. രാജാവ് ഇങ്ങനെ ചെവി ഓർക്കുകയാണ്, എവിടുന്നേരും കാക്കക്കൂട്ടങ്ങൾ കരയുന്നുണ്ടോ, കാക്കക്കൂട്ടങ്ങൾ കലപില ുന്നുണ്ടോ. അങ്ങനെ രാജാവ് ശ്രദ്ധിച്ചുകൊണ്ട് ആ കാട്ടിലൂടെ മന്നം തെരഞ്ഞു മുന്നോട്ട് പോകുമ്പോ പ്രിയപ്പെട്ടവരെ, അതാ രാജാവിന്റെ കാതിലേക്ക് ഒരു സൗണ്ട് വരുന്നു. കാക്കയുടെ സൗണ്ടല്ല, കാട്ടുമൃഗങ്ങളുടെ സൗണ്ടല്ല, പിന്നെ ഒഴുകി വരുന്ന സൗണ്ട് എന്താ? ഒരു മനുഷ്യന്റെ സൗണ്ടാണ്, ഒരു മനുഷ്യന്റെ സൗണ്ടാണ്. അദ്ദേഹം പറയുന്നത്, യാ ഹന്നാനു യാ മന്നാൻ യാ ഹന്നാനു യാ മന്നാൻ യാ ഹന്നാനു യാ മന്നാൻ. രാജാവിന്റെ കാതിലേക്ക് ആ സൗണ്ട് ഇങ്ങോട്ട് വരുമ്പോ രാജാവ് ചിന്തിക്കുന്നു, റബ്ബേ, ഇത് മറ്റൊരു പരീക്ഷണമാണോ? ഒരു മനുഷ്യന്റെ സൗണ്ടല്ലേ? മനുഷ്യവാസമില്ലാത്ത ഈ കൊടും കാട്ടിൽ മനുഷ്യന്മാര് വരാൻ പോലും മടിക്കുന്ന പീഡിക്കുന്ന ഈ കാട്ടിൽ ഒരു മനുഷ്യന്റെ സൗണ്ട് കേട്ടപ്പോ രാജാവ് ആ ഭാഗത്തേക്ക് കുതിരനെ ഓടിച്ചു കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുതിരനെ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ പുറയിൽ കുറെ ദൂരമില്ലേ അടുത്തന്റെ നേരമില്ലേ ചെണ്ണം പാറിപ്പോയ പിന്നേറി രാജനു കണ്ടുകൊണ്ടുണ്ട് കിണ്ടമാതിരേ അകതാൽ മഹിതനിലേ കുറമ്പുറയിൽ കുറെ ദൂരമില്ലേ അടുത്തണ്ട നേരമില്ലേ ക്ഷണം പാറിപ്പോയ പിന്തേരി രാജനും കണ്ട കുണ്ടനുണ്ട് കിണ്ടമൽ ഉനുക്കതിലേ അകതാൽ മഹിതനിലേ. പ്രിയപ്പെട്ടവരെ, രാജാവ് ഇങ്ങനെ കരഞ്ഞുപോയി. അള്ളാനെ വിളിച്ചുകൊണ്ടല്ലേ കരയുന്നത്, റബ്ബിന്റെ നാമമല്ലേ ഉരുവിടുന്നത്. എന്താ അതറിയുവാൻ വേണ്ടി രാജാവ് കുതിരപ്പുറത്ത് മന്നം പൊന്തകൾ വണിഞ്ഞു മാറ്റിക്കൊണ്ട് വള്ളികൾ വെട്ടിമാറ്റിക്കൊണ്ട് ആ സൗണ്ട് കേട്ട ദിക്കിലേക്ക് രാജാവ് നീങ്ങുമ്പോൾ അല്ലാ,
അക്ഷരാർത്ഥത്തിൽ രാജാവ് ഞെട്ടിപ്പോയി. ഒരു കാഴ്ച രാജാവ് കാണുകയാണ്. ആ കാഴ്ച കണ്ടിട്ടോ രാജാവ് ഞെട്ടിപ്പോയി. കുതിരപ്പുറത്തുനിന്ന് രാജാവ് ചാടിയിറങ്ങി തന്റെ ഉറയിൽ കിടക്കുന്ന വാള് വലിച്ചൂരി ആ ഭാഗത്തിലേക്ക് രാജാവ് കുതികുതിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്താ രാജാവിനെ ഞെട്ടിച്ച സംഭവം? എന്തേ രാജാവ് കണ്ട അത്ഭുതം? രാജാവാകെ പകച്ചു പോവുക.